പ്രണവ് സന്തോഷ് തിരുവല്ല. അതെ ആണ്. ഓക്കെ, തിരുവല്ലന്ന് വരുന്നു. അതെ അതെ. ചേട്ടൻ വോയിസ് ആണ് എടുക്കുന്നത്. എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പ്രണവ് എവിടുന്ന വരുന്നേ? ഞാൻ കൊട്ടാരക്കര. കൊട്ടാരക്കര. ഓക്കെ, സ്പോട്ട് ഡബ്ബാണ് ചെയ്യുന്നത്. ശരി, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം സന്തോഷ് ചേട്ടന്റെ പെർഫോമൻസ് നമുക്ക് കാണാം, അതിനുശേഷം നമുക്ക് സ്പോട്ട് ഡബിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. ചേട്ടനോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, നല്ല അടിപൊളി ചിരിയാട്ടോ. സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ആദ്യം ആരുടെ വോയിസ് ആണ് നമുക്ക് കേൾക്കാം? അത് നമ്മുടെ ലാലേട്ടന്റെ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ ശ്രദ്ധേയമായ ഡയലോഗ് നമ്മുടെ കഴക്കൂട്ടം പ്രേംകുമാർ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഓക്കെ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്ക് കച്ചവടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീയായിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി. എടാ ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ട് പോവില്ല. ഐ പിറ്റി യു ബാസ്റ്റർഡ്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. നമുക്കറിയാം മലയാളത്തിലെ എക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ലേലം. അതിൽ എന്റെ നാട്ടുകാരൻ കൂടിയായ സോമൻ സാർ അഭിനയിച്ച് ശ്രദ്ധേയമാക്കിയ ലേലത്തിന്റെ ഡയലോഗ് ശരി നമ്മുടെ പ്രിയപ്പെട്ട സലീംകുമാർ ഏട്ടൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. 11-ാമത്തെ വയസ്സില് അപ്പച്ചൻ കിടക്കുന്നതിന്റെ ഇടത് ഭാഗത്ത് അമ്മച്ചെ കുടിച്ച് മൂടിയിട്ട് മീനച്ചലാറും നീന്തി കയറി കാട്ടിൽ കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിനും ചക്കരയും കൊള്ളൊക്കെ വാങ്ങാൻ പണം തന്നത് പള്ളിയും പട്ടക്കാരൊന്നും അല്ല, അങ്ങോട്ട് തിണ്ടിപ്പിടിക്കുന്നൊരു തള്ളയാ, ഒരു മുഴുപ്ലാന്തിയും. അതിന്റെ സ്മരണ ഈ പറഞ്ഞ മുറ്റു തിന്നു എന്നതാണ്, ഓർത്തു വെച്ചോ. ഐ ആം ഔട്ട് സ്പോക്കൺ. ഇനി അടുത്ത നമുക്ക് ആരാണ് കേൾക്കാൻ? നമുക്ക് തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് വിജയകുമാർ, അദ്ദേഹത്തിന്റെ ലേലത്തില് ഞാനേ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കുമായിരുന്നു. അല്ല, ഇപ്പോഴത്തെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പം എങ്ങനെങ്കിലും ഒരു 6 ലോഡ് ഒപ്പിച്ച് കൊടുത്താൽ മതി. ചോദിക്കുന്ന കാശ് തരും ചാമ്പക്കുടി ജോസും. അതിങ്ങോട്ട് കയ്യിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ ലില്ലിക്കുട്ടിയുടെ സ്ത്രീധനക്കടവും തീരും, പിന്നെ ബാങ്കിൽ കുഴപ്പങ്ങളും തീരും. എന്നിട്ട് ചൈൻ കണ്ടോ ഈ കരിമ്പനാട് തണ്ണി, അതിൽ നിന്ന് ഒരു 5-6 ലക്ഷം രൂപ എടുത്ത് അടിച്ചുപൊളിയുണ്ട്. പേവരെ നാട്ടിൽ നിന്നൊരു വിലയും പറഞ്ഞ് ഉറപ്പിച്ച് ഒരു അഡ്വാൻസ് മേടിച്ചിട്ട് പോയിരുന്നതാ. ഈ കച്ചവടം നടന്നിട്ട് വേണം എനിക്ക് എന്റെ പെങ്ങളുടെ സ്ത്രീധനം കാശ് കൊടുക്കാൻ. കയ്യിൽ ഈ കാശിനെ തിരിച്ചല്ല, നിറഞ്ഞ പേര് വെച്ചിട്ടുള്ള എന്തെങ്കിലും ചില ചത്തുകളെ പിച്ചായ പ്ലീസ് ഇയാളുടെ എന്തെങ്കിലും കുറിച്ച് സമ്മതിപ്പിച്ചായ. എന്റെ ദൈവമേ, ഗംഭീരമായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ടോ? നൈസായിട്ട് അവിടെ നമുക്ക് പോയാലോ? സീനില്ല. ഓക്കെ, ശരി. ഇനി നമുക്ക് ലാസ്റ്റ് ആരുടെ വോയിസ് ആണ് കേൾക്കാൻ പറ്റുക? നമുക്കറിയാം തമിഴകത്തില് ഒരുപാട് 1000-ലധികം സിനിമകൾ പൂർത്തിയാക്കിയ ശ്രീ വിനു ചക്രവർത്തി. അങ്കേ നിക്കണം, യാർ ആശപ്പെടാതെ என்ன ஆம்பளை சிங்கம் வீரபாண்டித்தேவர் ஏரியாலே வந்து விளையாட்டம் காட்டுறியா? திருப்பி ஊருக்கு எப்படி போகணும்? முழுசா போகணுமா இல்ல 2 துண்டா பார்சல் பண்ணி அடக்கப்படுமா? தெரியும் கண்ணா, ആനക്കാട്ടിൽ ഈ പച്ചം പുള്ളനാ ഇപ്പിടുത്ത രോഷക്കാരനായിരിക്കണം, ഇപ്പിടുത്ത ആമ്പിള്ളയായിരിക്കണം. ഒന്ന മാതിരി തമ്പി കൊഞ്ചം സീറ്റ് സാപ്പിടുമാ, വരട്ടുമേ കണ്ണാ. അമ്മോ, അടിപൊളി, ഗംഭീരം. എന്താണ് പറയാനുള്ളത് ആദിക്ക? അല്ല സന്തോഷ്, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ജഗദീഷ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യോ? ഇല്ല, ചെയ്യാറില്ല. സലിമേട്ടനെ ചെയ്തപ്പോ എക്സ്പ്രഷൻ മുഴുവൻ, ബോഡി ലാംഗ്വേജ് മുഴുവൻ ജഗദീഷ് ഏട്ടന്റെ മറ്റേ ഈ സാധനം, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ എനിക്ക് തോന്നിയത് സോമേട്ടന്റെ ഡയലോഗ്സ് ആണല്ലോ സലീമിന്റെ ശബ്ദത്തിൽ പറഞ്ഞത്. ഈ പകുതി സോമേട്ടനും പകുതി സലീമും ആയിട്ട് സൗണ്ട് ഒന്ന് മെർജ് ചെയ്തു പോയി. പക്ക സലീം ആയിട്ട് അത് മാറ്റണമായിരുന്നു. വിനു ചക്രവർത്തിയുടെ ഫിഗർ ചെയ്യൂലേ? വിനു ചക്രവർത്തി, വിജയകുമാർ, ശങ്കർ, MG ശ്രീകുമാർ, അതെല്ലാം ഉണ്ട് ഫേസില്. മോഹൻലാലിന്റെ 20-ാം നൂറ്റാണ്ട് പൈലറ്റ് ആയിട്ടുള്ള പിന്നല്ല. ഓക്കെ, കൊള്ളാം. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. 2 കാര്യം നമ്മള് പ്രോഗ്രാമിന് പോകുമ്പോഴേ എന്റെ വീട് തിരുവല്ലയിൽ വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എപ്പോഴും പറയും നമ്മുടെ നാട് പറയുന്നില്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ തിരുവല്ലയിലെ വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ ചവറയിലെ തോട്ടിനുടക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ KSRTC അടുത്ത ഡിപ്പോയിലെ മെക്കാനിക് സെക്ഷനിലെ ഇലക്ട്രീഷ്യനാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അവിടെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. നാട്ടിലുള്ളവരോടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിലും എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളുടെ പെർഫോമൻസ് കണ്ടാലോ? ഇതൊക്കെ ഇവിടെ പോയി എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആദ്യമൊക്കെ ഫുള്ള് ചിരിക്കുമായിരുന്നു, ലാസ്റ്റ് കൂടെ ചിരിയൊക്കെ ഒന്ന് മാറി. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ
നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പോട്ട് ഡബ്. ആ അതെ അതെ. എന്ത് ചെയ്യുന്നു സ്പോട്ട് ഡബ് അല്ലാണ്ട് ഞാൻ പ്രൊഫഷണലി? ആക്ച്വലി MBA പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞു. അത് പഠിച്ചോണ്ടിരിക്കുവാന്ന്. പഠിച്ചോണ്ടിരിക്കുക, തേർഡ് സെമസ്റ്റർ കഴിഞ്ഞു. ആ, സ്പോട്ട് ഡബ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതില് വേറെ കാര്യം ശ്രദ്ധിച്ചോ, കുറച്ചു മുമ്പ് വന്നൊരു ബാച്ചിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്, സന്തോഷം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ മിമിക്രിക്കാരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇദ്ദേഹം. കോസ്റ്റ്യൂമിൻ്റെ അകത്താണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അവർ പ്രസന്റ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ വന്നിട്ട് നേരെ സ്പോട്ട് ഡബിൻ്റെ ആൾക്കാരാണ്. നേരത്തെ വന്നിരുന്ന കുറച്ച് സീനിയർ ആയിട്ടിരുന്നവർ ലൈവ് വോയിസുകൾ ചെയ്യുന്നതാണ്. ആ രണ്ട് ഗ്യാപ്പ് കറക്റ്റായിട്ട് അതിന് മധ്യത്തിൽ കയറി നമ്മുടെ എലീന നിൽക്കുമ്പോഴല്ലോ എന്താല്ലേ ഭംഗി കുട്ടി. എനിക്ക് ഭംഗിയാണോ? അതിന് അല്ല, ജനറേഷൻ കന്യക. ജനറേഷൻ കന്യക. ജനറേഷൻ എന്തൊക്കെ പേരെന്റെ ദൈവമേ, ജനറേഷൻ കന്യക. പക്ഷെ ആക്ച്വലി അതൊക്കെ പറഞ്ഞൊരു പോയിന്റ് തന്നെയായിരുന്നു. എന്താണ്? ഫിഗറിന് വേണ്ടി ചെയ്യുന്ന മിക്ക ആൾക്കാരും ഞാൻ ഇവിടെ വന്ന എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾ ചോദിക്കുന്നതിനായിരിക്കും പറയുന്നതിനൊക്കെ ഇരുന്നപ്പോ. ഇവിടെ വന്നും പറ്റത്തിന് അതല്ല, ഒറ്റ വാക്കുള്ളൂ, പഴയ മിമിക്രിക്കാരനും പുതിയ അല്ല, മിമിക്രിക്കാരനും. ഒരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചു, അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഏതായിരുന്നു? പേടിയാവുന്നുണ്ട്. സീനില്ലെന്ന്. അത് തന്നെ, ആ വേർഡ് തന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഉപയോഗിക്കും. അതെ. ഓക്കെ, പൊളിച്ചെടുക്കുക കേട്ടോ, ഒന്നും നോക്കണ്ട. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല ദിവസം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമാവിൽ അധിക ഫ്രണ്ട്സ് ഇല്ല, കുറച്ച് ഫ്രണ്ട്സാണ് ഉള്ളത്. കുറച്ച് പേർ നല്ല മനുഷ്യരാണ്. അപ്പം അതിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ദേ ആർ വെരി ക്ലോസ് ടു മീ. അതെ 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 അതെ. ദിലീപേട്ടൻ്റെ കൂടെ എന്താ പറയുക, നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോട്ടിൽ ഒരു ചെറിയ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു ഒറ്റ ഷോട്ടിൽ ഞാൻ ചെയ്യട്ടെ, ഓക്കെ? അപ്പോൾ അങ്ങനെ നമ്മുടെ ദിലീപേട്ടനും അർജുനോട് അഭിനയിച്ച ആ പടത്തിൽ അപ്പം ഒരു സോങ്ങിൻ്റെ ഒറ്റ ഷോട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫീൽ വെരി ഹാപ്പി. നുണയ്ക്ക് മുകളിൽ നുണ പറഞ്ഞുള്ള ഈ ലൈഫ് മാറി 24 മണിക്കൂറും വയലിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനോട് ഒരാൾ ആയുർവേദ മരുന്നുണ്ടാക്കാനെന്ന് പറഞ്ഞ് കുറച്ച് കാട്ടം ചോദിച്ചാൽ അപ്പം കുരങ്ങൻ ചാടിയിടിച്ച് പറയും, ഞാൻ തോറ്റൊക്കെ നിർത്തി മാന്യനായെന്ന്. ഉണ്ടാവാത്തി இந்த விளையாட்டோட பேரா தெரியுமா? இது கிரிக்கெட் ஃபுட்பாலோ கிடையாது, இங்க ரூல்ஸ் வேற. சும்மா தட்டு விட்டு ஓடக்கூடாது. என்ன வரியா? வாடா. അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കുന്ന തള്ളക്ക് ഇത് വേണ്ടാന്ന്. എടാ, നമ്മുടെ സെന്യൂവിൻ്റെ സഹോദരിയുടെ മുറിയ മര്യാദ അൽവ. അയ്യോ, ഒട്ടും മര്യാദയില്ലാത്ത സ്ത്രീ. നമ്മളൊരു സായി പോയില്ലയോ ഫെർണാദോ, അവൻ്റെ അമ്മയാ. അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കയറ്റുന്ന ഭയങ്കര അലർജിയാ. പക്ഷെ കമീലയ്ക്ക് നേരെ തിരിച്ചാ. എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കണ്ടിരിക്കണം. കാമിലരിയോ? കമീല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മുറിയാ കമീലയുടെ മുറി. അവരെല്ലാം പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. എടഞ്ഞാൽ തന്നെ ചന്തമരിയുടെ സ്വഭാവം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശരി, എങ്ങനെയുണ്ടായിരുന്നു പ്രണവിന്റെ പെർഫോമൻസ്? മാസ്റ്റേഴ്സ് പ്രണവേ നന്നായിരുന്നു. പ്രണവേ അത് ഞെട്ടിച്ചു കളഞ്ഞത് നമ്മുടെ റിയാസ് ഖാൻ്റെയാണ്, പിന്നെ ലാലേട്ടൻ്റെയും. അത് രണ്ട് കിഡിലായിരുന്നു. പിന്നെ നെൽസനൊക്കെ ഈ മറ്റേ അർജുൻദാസിൻ്റെ തമിഴിലെ അർജുൻദാസ്, അത് ശബ്ദം കറക്റ്റ്. എനിക്ക് അതിൽ ബാലയുടെ മാത്രം ഒരു കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്തോളൂ. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു എന്താ ലൈറ്റ് വോയിസ് ആയിരുന്നു ബാലയ്ക്ക്. കൂടുതൽ അറിയാവുന്നതിൻ്റെ പേരായിരിക്കും. ഗംഭീരമായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളി. നന്നായി, ഗംഭീരായി. നീ എന്താ സംശയിച്ചിരിക്കുന്നത്? ഇവിടെ നാളെ സ്പോട്ടിൽ തന്നെ ക്ലാപ്പും കാര്യങ്ങളൊക്കെ വന്നില്ലേ? ഫ്രീ ആയിട്ടല്ല, ഇവര് വേറെ സീനിയേഴ്സ് അല്ലേ, ആ രീതിയിലേ സംസാരിക്കും. ഫ്രീ ആയിട്ട് സംസാരിക്കും പക്രു ചേട്ടാ. സീൻ ഇല്ല ഇവിടെ. പ്രോ പൊളിച്ചു ചില്ല് സീൻ അല്ലേ? ചിൽപ്പിന്നുള്ളത് നല്ല വൈബല്ലായിരുന്നു. എല്ലാം കിടക്കി കളഞ്ഞു. കിഡിലോസ്കി ആയിരുന്നു. എത്ര വയസ്സുണ്ട് ഇപ്പൊ? 23 വയസ്സേ ഉള്ളൂ. പക്ഷെ നീ ചെയ്ത ആ ആർട്ടിസ്റ്റുകളുടെ വോയിസ് റേഞ്ച് എടുത്ത് നോക്കിയേ, എന്തെല്ലാം വ്യത്യസ്തമായിട്ട് ഷാർപ്പായിട്ടുള്ള ആളുണ്ട്. നല്ല ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അർജുൻ ദാസിൻ്റെയൊക്കെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അദ്ദേഹം ഹലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ കടന്ന് ഇറക്കും. അതുപോലത്തെ വോയിസ്. അതുപോലെ ലാലേട്ടൻ്റെ വോയിസ്. അതൊക്കെ ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ സ്പോട്ട് ചെയ്ത് ഡബ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാരമൊന്നുമല്ല. നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ ബ്രോ, ഞങ്ങളെ പോലെ ചെറിയ കുട്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കുശം വെച്ചിട്ടുണ്ട് ബാക്കിൽ. വേറെ ഞങ്ങളൊരു വൈബാ സൈഡിലാടാ, മറിഞ്ഞു പോകാതിരിക്കാനാ. അല്ല കൈ ഇങ്ങനെ കുത്തി. അതല്ല, 4 മണിയാകുമ്പോ തല
എടാ പോടാ. പ്രണവ് ന്യൂജൻ വിടല്ലേ? പ്രണവ് ബേബി. അല്ല പ്രണവ്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ മിമിക് എന്ന് പറയുന്നത് ഒരു തരം ആക്ടിംഗ് ആണ്. അതായത് നമ്മൾ നോർമൽ ആക്ടിങ്, വേറൊരാളെ ആക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു ജോലിയായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് പല മോഡുലേഷൻ, പല ശബ്ദമുള്ള ആർട്ടിസ്റ്റുകളുടെ ഇതാണ് എടുത്തത്. ഇപ്പോൾ ബാലയുടെ ആണെങ്കിൽ ഒരു സൗണ്ട് കുറച്ച് അതാണ്. ഇയാസിന്റെ ശബ്ദവും കുറച്ച് കരകര സൗണ്ടാ. അത് വന്നിട്ട് നേരെ പിന്നെ ലാലേട്ടനും പോയിട്ട് പിന്നെ നെൽസന്റെ വന്നു, അതും കുറച്ച് താന്ന ഇതാണ്. ബേസ് ഉണ്ടെങ്കിലും അവരുടെ സൗണ്ടിൽ ആ കരകറപ്പില്ല. ഇത് നിന്ന് ചെയ്യാന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല, ഒരു ജീവൻ രേഖ പോലെയാണ് അത് പൊക്കോണ്ടിരിക്കുന്നത് ഗ്രാഫ്. അപ്പം നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ 23 വയസ്സിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇനി എന്തോരം കിടക്കുന്നു. അടിപൊളിയായിരുന്നു, നന്നായി പെർഫോം ചെയ്തു. സന്തോഷിന്റെ ഓൾറെഡി പറഞ്ഞു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ശരി മാസ്റ്റേഴ്സ്, സന്തോഷേട്ടനും പ്രണവിനും ഉള്ള ടാസ്ക് എത്രയാണ് നിങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? രണ്ടുപേരും നല്ല സ്റ്റാർസ് ആണ്. അപ്പോൾ രണ്ടുപേരും വന്നിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇരട്ടി സ്റ്റാർ കൊടുക്കാന്ന് പറയുന്നല്ലേ എന്റെ ഭംഗി. അപ്പൊ 4 സ്റ്റാർ. 4 stars. Superb, superb. 8 സ്റ്റാർ. അല്ല 8 സ്റ്റാർ വരൂല. ഇവിടെ 4, ഇവിടെ 4. അപ്പൊ 8 ആയില്ലേ? അല്ലേ എന്നെ കണക്ക് പഠിപ്പിക്കാൻ മറ്റേ ഫുള്ള് തിളങ്ങി നിൽക്കുന്ന സ്റ്റാറിങ്. മാത്തമാറ്റിക്സ് ടീച്ചർ ചെല്ലു, വരൂ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ എന്തായാലും ഇനി സന്തോഷായിട്ടും പ്രണവും അറിയപ്പെടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ലേബലിലായിരിക്കും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ഇത് നമുക്ക് തീർന്നിട്ടില്ല. അതുപോലെ തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഷർട്ടാണ് നിങ്ങൾക്ക് അടുത്ത ഗിഫ്റ്റ്.